Alhamdulillahilladzi anzala ala abdihil kitaba wa lam yaj'al lahu 'iwaja huwallazi arsala rasulahu bil huda wa dinil haqq liyudhhirahu 'ala ad-dini kullihi walau karihal musyrikun. Asyhadu an la ilaha illallah wahdahu la syarika lah wa asyhadu anna Muhammadan abduhu wa rasuluh. Allahumma salli ala Muhammadin wa ala ali Muhammad kama sallaita ala Ibrahim wa ala ali Ibrahim. Allahumma barik ala Muhammadin wa ala ali Muhammad kama barakta ala Ibrahim wa ala ali Ibrahim fil alamin innaka Hamidum Majid. Ayyuhal ikhwatul ahibba, أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا وقعت الواقعة ليس لوقعتها كاذبة خافضة رافعة إذا رجت الأرض رجا وبست الجبال بسا فكانت هباء منبثا وكنتم أزواجا ثلاثة فأصحاب الميمنة ما أصحاب الميمنة وأصحاب المشأمة ما أصحاب المشأمة والسابقون السابقون أولئك المقربون في جنات النعيم ثلة من الأولين وقليل من الآخرين على سرر موضونة متكئين عليها متقابلين يطوف عليهم بلدان مخلدون بأكواب وأباريك وكأس من معين لا يصدعون عنها ولا ينصفون فاكهة مما يتخيرون ولحم طير مما يشتهون وحور عين كأمثال اللؤلؤ المكنون جزاء بما كانوا يعملون لا يسمعون فيها لغوا ولا تأثيما إلا قيلا سلاما سلاما. صدق الله العظيم. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നെ നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. മനുഷ്യർ നമ്മൾ ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. ഇതൊരു ശാശ്വതമായ ജീവിതമല്ല എന്നെല്ലാവർക്കും അറിയാം. യാതൊരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ഒരു സംഗതിയാണ് ജീവിതം. നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ 1 മാസം മുതൽ 10 വർഷം വരെ ഗ്യാരണ്ടി, വാറണ്ടി ഒക്കെ നമ്മൾ ചോദിക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിന് യാതൊരു ഗ്യാരണ്ടിയില്ല. ഏത് നിമിഷവും പൊലിഞ്ഞു പോകാവുന്നൊരു സംഗതി. അത്ഭുതകരമാണ് ആലോചിച്ചാൽ. നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് നമുക്ക് ഗ്യാരണ്ടി വേണം, നിർബന്ധമാണ്, ഇല്ലെങ്കിൽ അടികൂടുകയും ചെയ്യും. പക്ഷെ ഉപയോഗിക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തിന് ഒരു ഗ്യാരണ്ടിയില്ല. ഏത് സമയവും പോകാം, പ്രതീക്ഷിക്കുന്ന സമയത്ത് പോയിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ഒരു അത്ഭുതകരമായ ഒരു യാത്ര. ഇത് ഈ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കില്ല എന്ന് നമുക്കറിയാം. പക്ഷെ അത് നമ്മൾ അനുഭവിച്ചിട്ടില്ല. അവസാനിപ്പിച്ച് പോയ ആളുകൾ തിരിച്ചു വന്ന് അവിടുത്തെ വിശേഷങ്ങളൊന്നും പറയാത്തത് കൊണ്ട് നമുക്ക് അതിൻ്റെ അവസ്ഥ എന്താണ് എന്ന് യഥാർത്ഥത്തിൽ അനുഭവിച്ചറിയാൻ അവസരം ഉണ്ടായിട്ടില്ല. ഓരോരുത്തരും അവരവരുടെ ചാൻസ് വരുമ്പോൾ മാത്രം അനുഭവിക്കുന്ന ഒരു സംഗതിയാണ്. നമ്മുടെ ചുറ്റിലും ഇത് ദൈനംദിനം നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ ജീവിച്ചിരിക്കുന്ന നമ്മൾ വിചാരിക്കുന്നത് ഒരിക്കലും നമ്മൾ ഇവിടെ നിന്ന് പോകേണ്ടി വരില്ല എന്നാണ് ധാരണ. അങ്ങനെയാണ്. അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ചിന്താഗതിയിലാണ് പലപ്പോഴും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നിസ്സഹായത സമ്പൂർണമായി ബോധ്യമാക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നിന്നുള്ള യാത്ര.
മനുഷ്യർ പല കാര്യത്തിലും പലപ്പോഴും നിസ്സഹായരാവാറുണ്ട്. ചിലപ്പോൾ അസുഖം വന്നാൽ നമ്മൾ നല്ല ഡോക്ടർമാരെ കണ്ട് നല്ല മരുന്ന് കൊടുത്ത് നന്നായി പ്രാർത്ഥിച്ചാലും അസുഖം കുറയാതെ നിസ്സഹായമായ അവസ്ഥ ആവാറുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് മാറിപ്പോകും. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നിസ്സഹായത ബോധ്യപ്പെടാറുണ്ട്. വെള്ളത്തിലേക്ക് ഒഴുകി പോകുമ്പോൾ, കുഴിയിൽ വീണു പോകുമ്പോൾ, അങ്ങനെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ പലപ്പോഴും നമുക്ക് നിസ്സഹായത പൂർണ്ണമായി ബോധ്യമാകാറുണ്ട്. എങ്കിലും അതിൽ നിന്നൊക്കെ നമ്മൾ കരകയറി വരാറുണ്ട്. ഒരു നിസ്സഹായ അവസ്ഥയിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെട്ട് കഴിയുമ്പോൾ അവന് തോന്നുന്ന ഇനി ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്നാണ്. പിന്നും അങ്ങനെ തന്നെ വരും. പക്ഷെ യാതൊരു തരത്തിലും തിരിച്ചു വരാനാവാത്ത സമ്പൂർണമായ അടിയറവ്, കീഴടങ്ങൽ, എന്തെല്ലാം പ്രതാപങ്ങളുണ്ടായാലും, എന്തെല്ലാം അധികാരങ്ങളുണ്ടായാലും, എന്തെല്ലാം ശക്തി കയ്യിലുണ്ടായാലും യാതൊരു തരത്തിലും ഒന്നും ഒരു ഉപകാരവും ചെയ്യാതെ സമ്പൂർണമായി കീഴടങ്ങിക്കൊണ്ട് വിധിയുടെ ഒരനുസരണയുള്ള അടിമയായിക്കൊണ്ട് കൊലകമ്പം മുതൽ സാധാരണക്കാരൻ വരെ പോകുന്ന ഒരു രംഗമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നിന്നുള്ളൊരു പിരിഞ്ഞുപോക്ക്. അത് എന്തിനാണ് ഈ സംഗതി ആവർത്തിച്ച് ഖുർആൻ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഒരവസ്ഥ, മനുഷ്യൻ്റെ ജീവിത പരിണിതി ഇങ്ങനെയാണ് എന്നൊരു ബോധ്യം ഉണ്ടെങ്കിലേ കാര്യങ്ങൾ ഗൗരവത്തോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയും മനുഷ്യൻ കൈകാര്യം ചെയ്യുള്ളൂ എന്നാണ് മനുഷ്യൻ്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നിയമങ്ങളും ശിക്ഷയുമൊക്കെ ഇസ്ലാമിലുണ്ട്. പക്ഷേ ഇസ്ലാം നിയമങ്ങൾക്കും ശിക്ഷയ്ക്കുമൊന്നുമല്ല പ്രാധാന്യം നൽകുന്നത്. ശിക്ഷിക്കുക എന്നത് ഏറ്റവും ഒടുവിലത്തൊരു സംഗതിയാണ്. ആളുകളെ തടവിലാക്കുകയോ അല്ലെങ്കിൽ കൊല്ലുകയോ ഒക്കെ ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഒടുവിലത്തൊരു സംഗതിയാണ്. ശിക്ഷ ഇസ്ലാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അജണ്ടയിൽപ്പെട്ടതല്ല എന്നുള്ളതാണ്. രക്ഷിക്കുക എന്നതാണ് ഇസ്ലാം. രക്ഷ എന്നാണ് ഇസ്ലാമിൻ്റെ വാക്കിൻ്റെ അർത്ഥം തന്നെ, രക്ഷ എന്നാണ്, ശിക്ഷിക്കുക എന്നുള്ളതല്ല. അപ്പോൾ നമ്മുടെ അടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു പോയി കഴിഞ്ഞാലും രക്ഷിക്കാനുള്ള എല്ലാ പഴുതുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ശിക്ഷ കൊണ്ട് ആളുകളെ, നിയമം പറഞ്ഞും ശിക്ഷ കൊണ്ടും ആളുകളെ ഭയപ്പെടുത്തിയിട്ട് ഭൂമിയിൽ സമാധാനപരമായ ഒരു ജീവിതാന്തരീക്ഷം ഉണ്ടാക്കാൻ ഖുർആൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ആധുനിക ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിയമം കർക്കശമാക്കണം, നിയമം കുറച്ചുകൂടി ബലപ്പെടുത്തണം, എങ്കിലേ ഇങ്ങനെ ഈ ക്രമസമാധാന ഭംഗം ഉണ്ടാക്കുന്ന പല സംഗതികളും ഉണ്ടാവാതിരിക്കുകയുള്ളൂ എന്നൊക്കെ നമ്മൾ പത്രത്തിലൊക്കെ വായിക്കാറുണ്ട്. നേതാക്കന്മാരുടെ പ്രസ്താവനയൊക്കെ കാണാറുണ്ട്. ട്രെയിനിൽ പോകുന്ന കുട്ടികളെ ശല്യം ചെയ്യുന്നവർ, പോക്കറ്റ് അടിക്കുന്നവർ, കൊള്ളയടിക്കുന്നവർ, അതുപോലെ പല തരത്തിലുള്ള ക്രിമിനൽസ് സമൂഹത്തിലുണ്ട്. അവർക്കൊക്കെ എല്ലാ രാജ്യത്തും നിയമങ്ങളുണ്ട്. അവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസുണ്ട്, വിചാരണ ചെയ്യാൻ കോടതിയുണ്ട്, അവരെ ഇട്ടടയ്ക്കാൻ കൽത്തുറുങ്കുകളുണ്ട്. പക്ഷെ എന്നിരുന്നിട്ടും ആധുനിക ലോകത്ത് കുറ്റകൃത്യങ്ങൾ ഇങ്ങനെ പെരുകിക്കൊണ്ടേയിരിക്കുന്നു, ഒരു കുറവുമില്ല എന്നുള്ളതാണ്. അപ്പോൾ കുറ്റകൃത്യങ്ങൾ പെരുകാതെ സമൂഹത്തിൽ മനുഷ്യന് സമാധാനപരമായി ജീവിക്കാനും നിയമം പാസ്സാക്കുകയോ ശിക്ഷാവിധി കടുപ്പമാക്കുകയോ അല്ല, മനുഷ്യന് അവബോധമുണ്ടാക്കുകയാണ് യഥാർത്ഥത്തിൽ. എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. സമ്പന്നൻ്റെ സമ്പത്ത് പിടിച്ചെടുത്തിട്ട് പാവങ്ങൾക്ക് വിതരണം ചെയ്യുക എന്നൊരു ഏർപ്പാടില്ല. പിടിച്ചെടുക്കുക എന്ന ചില നിയമങ്ങളുണ്ട്, അതിന് ചില ഏരിയകളുണ്ട്. സമ്പന്നനോട് പറയുക, നിന്റെ സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നതാണ്, മറ്റു മനുഷ്യന്മാർക്കും കൂടി ഉപയോഗിക്കാനുള്ളതാണ്. നിന്റെ ആവശ്യം കഴിഞ്ഞ് മറ്റുള്ളവന് കൊടുത്തു കഴിഞ്ഞാൽ അതിന് നിനക്ക് ഉത്തമമായ പ്രതിഫലം പരലോകത്ത് കിട്ടും. അപ്പോൾ അവന് ഉള്ളറിഞ്ഞങ്ങോട്ട് കൊടുക്കുകയാണ്. നീ ഇഷ്ടപ്പെടുന്നത് ചെലവഴിക്കുന്നത് വരെ നീ നന്മ എന്നത് ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നീ ഇഷ്ടപ്പെടുന്നത് ചെലവഴിക്കുന്നത് വരെ നന്മ എന്നത് നീ കണി കാണുകയില്ല, നിനക്ക് മനസ്സിലാവുകയില്ല, അല്ലെങ്കിൽ നിനക്ക് ലഭ്യമാവുകയില്ല എന്ന ആയത്ത് വന്നപ്പോൾ പ്രമുഖരായ സഹാബി വര്യന്മാർ അവരേറ്റവും ഇഷ്ടപ്പെട്ട ഒൻപിച്ച തോട്ടങ്ങൾ, അന്ന് തോട്ടങ്ങളായിരുന്നു, തോട്ടങ്ങളാണ് സംഭാവന ചെയ്തത്. എന്ന് പറഞ്ഞാൽ അവിടെ ജീവിതത്തിൻ്റെ വളർച്ചയിൽ ഈ ലോകത്തു നിന്ന് മാറി പരലോകത്തേക്ക് പോകുമ്പോൾ കിട്ടാനുള്ള സുഖാനുഭവങ്ങളെ സംബന്ധിച്ച ദൃഢമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ളത് വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ ഭൂമിയിലെ ശാന്തമായ ജീവിതത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ ജീവിത പരിണിതിയെ സംബന്ധിച്ച് ശരിയായ അവബോധം നൽകിയിരിക്കുന്നു. അത് ഓർക്കുമ്പോഴാണ് മനുഷ്യൻ്റെ അഹങ്കാരങ്ങളെല്ലാം പോയി ആശ്വാസത്തോടെ, സമാധാനത്തോടെ, സഹജീവി സ്നേഹത്തോടെ, നീതിയോടെ പെരുമാറാൻ. അത് ഓരോരുത്തരെയും വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അജലുണ്ട്, ആ അജലിൻ്റെ അപ്പുറം നിങ്ങൾക്ക് പോകാൻ കഴിയില്ല, അങ്ങനെ എങ്ങാനും ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോളി എന്ന് പറഞ്ഞ് വെല്ലുവിളി നടത്തുന്നു.
ഫലൗലാ ഇദാ ബലഗതിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻദുറൂൻ. നിങ്ങൾ നോക്കിയിരിക്കുക, ഒരാളുടെ റൂഹ് പിടിക്കുകയാണ്. നമ്മൾ യഥാർത്ഥത്തിൽ നോക്കിയിരിക്കുമ്പോൾ മറ്റൊരാളുടെ റൂഹ് പിടിക്കുന്ന ഒരു രംഗത്തെക്കുറിച്ച് പറയാ, വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. നിങ്ങൾ അടുത്തിരിക്കുന്ന നിങ്ങളെക്കാൾ ആ റൂഹ് പിടിക്കപ്പെടുന്ന മനുഷ്യനോട് ഏറ്റവും അടുത്തത് നാമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അള്ളയാണ് അവനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. ഭർത്താവ് ഉണ്ടാവാം, ഭാര്യ ഉണ്ടാവാം, മക്കളുണ്ടാവാം, കുടുംബം ഉണ്ടാവാം, ആളുകളെല്ലാം. ഒരാളിൻ്റെ റൂഹ് പിടിക്കുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളും ഉണ്ടാവാം. അയാൾ പ്രഗത്ഭനാണ്, പ്രസിദ്ധനാണ്, ഏത് ലോകത്ത് എവിടെ കൊണ്ടുപോയും ചികിത്സിക്കാൻ കഴിവുള്ള നല്ല ശക്തിയും ശേഷിയും ആജ്ഞാശക്തിയും സ്ഥാനമാനം പദവികളൊക്കെ ഉള്ള ആളാണ്. പക്ഷേ അവൻ്റെ റൂഹ് അങ്ങോട്ട് പിടിക്കാൻ തുടങ്ങിയാൽ നിങ്ങളെല്ലാം നിസ്സഹായരായി നോക്കി നിൽക്കുക മാത്രമേ ഉള്ളൂ. നിങ്ങളെക്കാൾ അവനോട് അടുത്തിരിക്കുന്നത് നാമായിരിക്കും. ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ തർജിഊനഹാ ഇൻ കുൻതും സാദിഖീൻ. വളരെ വളരെ ഗൗരവപരമായ ഒരു കളിയാക്കലാണ്. തമാശയിലല്ല, ഗൗരവത്തിലെ കളിയാക്കൽ. നിങ്ങൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ കീഴിലല്ലെങ്കിൽ, അതായത് കീഴൊതുങ്ങി ജീവിക്കുന്നവരല്ലെങ്കിൽ, നമ്മുടെ നാം പറഞ്ഞ ദീനിൻ്റെ ചട്ടക്കൂടിലല്ല, നിങ്ങളുടെ ചിന്താഗതിയാണ് നിങ്ങളുടെ ജീവിത വ്യവസ്ഥയെങ്കിൽ, ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ, നിങ്ങൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അപ്പുറത്ത് ഈ ദീനിന് കീഴൊതുങ്ങി ജീവിക്കുന്നവരല്ലെങ്കിൽ, തർജിഊനഹ, നിങ്ങൾ നാം റൂഹ് പിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു, നിങ്ങളതും തിരിച്ചു കൊണ്ടുവരുന്നു, കാണട്ടെ. നമ്മൾ വിചാരിച്ചാണക്കാണ് ജീവിതം പോകുന്നത്, നമ്മൾ വിചാരിച്ചാണക്കാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നാണ് നിങ്ങൾ ധരിച്ചു വശായിട്ടുള്ളതെങ്കിൽ എന്ന് പറയുന്നത് സത്യം. ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ, ആ പറച്ചിലിൽ യാഥാർത്ഥ്യമുണ്ടെങ്കിൽ, തർജിഊനഹ, നിങ്ങൾ ആ റൂഹിനൊന്ന് തിരിച്ചു കൊണ്ടുവരൂ, നാം ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. ഇത്ര ഗൗരവമുള്ളൊരു വെല്ലുവിളി ഖുർആൻ നമ്മളോട് ഇങ്ങനെ പല രൂപത്തിൽ പല സ്ഥലങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുള്ളതാണ്. അപ്പോൾ എല്ലാ വീരവാദങ്ങളും സമ്പൂർണമായി അവസാനിച്ച് സമ്പൂർണമായി കീഴടങ്ങി സമ്പൂർണമായി അള്ളാഹുവിലേക്ക് പോകുന്ന ഒരു സംഘം. അതായത് ഇലാ റബ്ബിക യൗമ ഇദിനിൽ മസാഖ് കല്ലാ ഇദാ ബലഗത്തി തറാഖ് വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖ് ബിസാഖ് ഇലാ റബ്ബിക യൗമ ഇദിനിൽ മസാഖ്. കല്ലാ ഇദാ ബലഗത്തി തറാഖ്. ഈ തർഖൂത്തൈൻ എന്ന് പറഞ്ഞാൽ കോളർ ബോൺ എന്നാണ്. തറാഖ് ഈ റൂഹ് ഇങ്ങനെ ഹുൽഖൂം തൊണ്ടക്കുഴിയിൽ ഇവിടുന്ന വരിക, മോളിൽ നല്ല റൂഹ് വരിക. ഇവിടുന്ന് റൂഹ് എത്തിക്കഴിഞ്ഞാൽ കല്ലാ ഇദാ ബലഗത്തി തറാഖ് വഖീല മൻ റാഖ്, ആരെങ്കിലും മന്ത്രിച്ചൂതെങ്കിലും രക്ഷപ്പെടുത്താനുണ്ടോ എന്ന് നിസ്സഹായനായി മനുഷ്യൻ വിളിച്ചു പോകുന്ന ഒരു രംഗമുണ്ടാവും. വളന്ന അന്നഹുൽ ഫിറാഖ്, അവന് ശരിക്കും ബോധ്യമാവും ഇത് വേർപാടിൻ്റെ അവസ്ഥയായി എന്നത്. വൽതഫത്തി സാഖ് ബിസാഖ്, അവൻ്റെ അസ്വസ്ഥത കൊണ്ട് അവൻ കണങ്കാലുമായി കൂട്ടിയുരസും. അവൻ്റെ ഫീലിംഗ് എന്ന് പറയുന്നത്, കാല് ചിലപ്പോൾ അനക്കാൻ പറ്റാത്ത പാരാലൈസ്ഡ് ആയ ആളായിരിക്കാം. അപ്പോൾ കാല് ഇങ്ങനെ അടിച്ചോളുന്നില്ല, പക്ഷെ അവൻ്റെ മനസ്സിൻ്റെ വെപ്രാളവും ശ്വാസം പിടിച്ചവും എല്ലാം കൂടെ വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖ് ബിസാഖ് ഇലാ റബ്ബിക യൗമ ഇദിനിൽ മസാഖ്, അന്ന് നിന്റെ രക്ഷിതാവെങ്കിലേക്ക് മടക്കം. അപ്പോൾ രക്ഷിതാവിൻ്റെ നിർദ്ദേശങ്ങൾ എനിക്ക് ബാധകമല്ല എന്ന രീതിയിൽ അശ്രദ്ധമായി ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ബോധ്യമാവും രക്ഷിതാവിൻ്റെ മാർഗത്തിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥ മനുഷ്യ ജീവിതത്തിൽ തരണം ചെയ്യാനുണ്ട്. അത് തരണം ചെയ്തെങ്കിലേ ജീവിതം പൂർത്തിയാവുള്ളൂ എന്ന് ജീവിച്ചിരിക്കുമ്പോൾ ബോധമുള്ളപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന ഖുർആനിൽ ഒരുപാട് ഭാഗങ്ങളുള്ളതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വിശദീകരിക്കുന്ന സൂറത്തുൽ വാഖിഅ. മക്കയിലാണ് അവതരിച്ചത്. കുറച്ച് ആയത്തുകൾ മദീനയിൽ അവതരിപ്പിച്ചു എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. മക്കയിൽ അവതരിപ്പിച്ച ഏതാണ്ട് 96 സൂക്തങ്ങളുള്ള ഒരു സൂറത്താണിത്. ഇതാ വഖഅത്തുൽ വാഖിഅ. ഈ സൂറത്ത് ദിനേന രാത്രിയിൽ പാരായണം ചെയ്താൽ മനുഷ്യന് ദാരിദ്ര്യം ബാധിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സഹിയായ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. കാരണം ഇതിൻ്റെ ഒടുവിലത്തെ ഭാഗങ്ങൾ വരുമ്പോൾ അള്ളാഹു ഭക്ഷണം തരുന്നതും അത് തടഞ്ഞു വെക്കുമ്പോൾ നമ്മൾ വേദനയോടെ പ്രയാസത്തോടെ നിരാശയോടെ വിളിച്ചു പോകുന്നതൊക്കെയുള്ള രംഗങ്ങൾ വിശദീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ രസകരമായ ഒരുപാട് ജീവിതാനുഭവങ്ങൾ സംഭവങ്ങൾ. ഇബ്നു മസ്ഊദ് റസൂലിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരുള്ളായിരുന്നു. ഖലീഫ ഉസ്മാനിൻ്റെ കാലഘട്ടത്തിൽ ഇബ്നു മസ്ഊദ് ഒരു പ്രവിശ്യയിലെ ഗവർണറായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു എന്തോ ചില അഭിപ്രായ വ്യത്യാസത്തിൽ അദ്ദേഹം ഗവർണർ സ്ഥാനം രാജിവെച്ചു. രാജിവെക്കുമ്പോൾ അദ്ദേഹത്തിന് കുറച്ച് ശമ്പളം ബാക്കിയുണ്ടായിരുന്നു. പക്ഷെ അത് വാങ്ങിയില്ല അദ്ദേഹം. മാസം പൂർത്തിയാകാത്തതുകൊണ്ട് ശമ്പളം വാങ്ങാതെ പൂർത്തിയായാൽ ശമ്പളം വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹം വിട വാങ്ങിയത്.
അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അസുഖം ബാധിച്ചു. അദ്ദേഹം മരണാസന്നനായി കിടക്കുമ്പോൾ ഖലീഫ വീട്ടിലേക്ക് ചെന്നു. ഇബ്നു മസ്ഊദിന്റെ അടുത്ത് ചോദിച്ചു, എന്തൊക്കെയാണ് അവസ്ഥ? ഖൈർ അൽഹംദുലില്ലാ. അപ്പോൾ ഇബ്നു മസ്ഊദ് 2 പെൺകുട്ടികളാണ്. ദരിദ്രമാണ് ഇബ്നു മസ്ഊദിന്റെ ചുറ്റുപാട്. ഇബ്നു മസ്ഊദ് ജനിച്ചതും വളർന്നതും വലുതായും ഒക്കെ വളരെ ദരിദ്രമായ ചുറ്റുപാടിലായിരുന്നു. യാതൊരുവിധ സമ്പന്നതയും ഒരിക്കലും ലഭ്യമായിട്ടില്ലാത്ത, കഴിഞ്ഞുകൂടാനുള്ള അവസ്ഥയ്ക്ക് അപ്പുറം ഒന്നും കിട്ടാത്ത ഒരാളായിരുന്നു ഇബ്നു മസ്ഊദ്. അപ്പോൾ ഇബ്നു മസ്ഊദിനടുത്ത് ഖലീഫ പറഞ്ഞു, താങ്കൾക്ക് ബൈത്തുൽ മാലിൽ നിന്ന് ഒരു ശമ്പളത്തിൻ്റെ കുറച്ച് പൈസ തരാനുണ്ടല്ലോ, താങ്കളുടെ മക്കൾ വിഷമിക്കേണ്ട, പൈസ വാങ്ങിക്കൊള്ളുന്നു. അപ്പോൾ ഖലീഫ, അള്ളാഹുവിൻ്റെ റസൂൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇതാ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താൽ, രാത്രി പാരായണം ചെയ്താൽ എന്നെ ദാരിദ്ര്യം ബാധിക്കില്ല. ഇന്ന് വരെ എന്നെയും എൻ്റെ മക്കളെയും ദാരിദ്ര്യം ബാധിച്ചിട്ടില്ല, ഇനിയും അതുണ്ടാവില്ല. അതുകൊണ്ട് താങ്കളുടെ പൈസ എനിക്ക് ആവശ്യമില്ല എന്ന് പറയുകയും ഉസ്മാൻ നിശബ്ദനായി പോവുകയും ചെയ്തതായ ഒരു റിപ്പോർട്ടുണ്ടെന്ന് പറഞ്ഞു. വളരെ പ്രമുഖനായ ഒരു സഹാബിയോട് മറ്റു പ്രമുഖനായ ഒരു സഹാബിയുടെ ഒരു ജീവിതത്തിൻ്റെ പ്രായോഗികതയിലുള്ള ഒരു സംഭാഷണമാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ ഇദാ വഖഅത്തുൽ വാഖിയ ദൈനംദിനം ഓതുന്ന ആളിന് ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ അത് ആ അർത്ഥത്തിൽ തന്നെ എടുക്കുകയും വിശ്വസിക്കുകയും ചെയ്യുകയും ഓതുകയും പാരായണം ചെയ്യുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്ത ആളുകൾക്കുണ്ടായ അനുഭവങ്ങൾ മുൻഗാമികൾ എഴുതി വച്ചിട്ടുണ്ടെന്നുള്ളതാണ്. സാന്ദർഭികമായി അതൊന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം. ആ സൂറത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹി നമസ്കാരത്തിൽ പലപ്പോഴും ഈ സൂറത്ത് ഓതാറുണ്ടായിരുന്നു എന്ന് മറ്റൊരു റിപ്പോർട്ടുമുണ്ട്. അതിൽ മനുഷ്യൻ്റെ ജീവിത പരിണതിയെ സംബന്ധിച്ച് ഒരുപാട് വിശദാംശങ്ങൾ പറയുന്നുണ്ട്. വളരെ ആകർഷകമായി, ഹൃദയവർജകമായി, ഹൃദയസ്പർശിയായി, അനുഭൂതികളുടെ ഔന്നത്യത്തിലേക്കും അതുപോലെ തന്നെ ശിക്ഷയുടെ ആഴങ്ങളിലേക്കും മനുഷ്യ മനസ്സിനെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്ന, തുളച്ചു കയറുന്ന ശൈലിയിലുള്ള വളരെ മനോഹരമായ ആയത്തുകളാണ് ഈ സൂറത്ത് നമുക്ക് കാഴ്ചവെക്കുന്നത്. ഓരോരുത്തർക്കും പഠിക്കാനും മനസ്സിലാക്കാനും മനസ്സമാധാനത്തോടെ പാരായണം ചെയ്യാനും പര്യാപ്തമായ ഒരു സൂറത്താണ്. മുമ്പൊരിക്കൽ സൂചിപ്പിച്ചത്. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി ഈ സൂറത്ത് പഠിക്കുകയും അത് പാരായണം ചെയ്യുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇദാ വഖഅത്തുൽ വാഖിഅ. വാഖിഅ എന്ന് പറഞ്ഞാൽ സംഭവം എന്നാണ്. സംഭവിക്കേണ്ടത് സംഭവിച്ചാൽ, ഒരു സംഭവത്തെക്കുറിച്ച് പറയാം. ആ സംഭവിക്കേണ്ട ഒരു സംഭവം അങ്ങ് സംഭവിച്ചാൽ എന്ന് പറയുന്നത്. അവിടെ എന്ത് സംഭവിക്കുമെന്ന് പറയാതെ സംഭവിക്കേണ്ട ഒരു സംഭവം, ആ സംഭവം സംഭവ്യമായാൽ എന്ന് പറയാം. നബ് എന്ന് പറഞ്ഞൊരു സൂറത്തുണ്ട്. നബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്താന്തം. അതായത് ഒരു മഹത്തായ ഏത് വൃത്താന്തത്തെക്കുറിച്ചാണ് അവർ ചോദിക്കുന്നത്. ഇൻഫിത്താർ, ഇൻഷിഖാഖ്, സിൽസാല്, അൽഹാഖ, അൽഖിയാമ എന്നൊക്കെ പറഞ്ഞിട്ട് വിവിധ പേരുകളിൽ ഇതോടനുബന്ധിച്ച സൂറത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ വിഷയത്തിന്റെ പ്രാധാന്യം വളരെ ഗൗരവമാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അൽഹാഖ, അതായത് നബ്, തക്വീർ, ഇൻഫിത്താർ, ഇൻഷിഖാഖ്, സിൽസാൽ, ഇങ്ങനെയൊക്കെയുള്ള സൂറത്തുകളുടെ പേരായി പറഞ്ഞു. ആ സൂറത്തുകളിലൊക്കെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട സംഗതിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ലൈസ ലി വഖഅതിഹാ കാദിബ. ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നും തന്നെ ആ സംഭവ്യതയെ നിഷേധിക്കുന്നതായില്ല. വളരെ അങ്ങഴത്തിലാണ് ചെറിയ ഈ 2 സെന്റൻസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നമ്മളൊരു മനുഷ്യന്റെ ജീവിതം എടുത്തു നോക്കിയാൽ അതിങ്ങനെ ജനിക്കുന്നു, വളരുന്നു, മരിച്ചു പോകുന്നു. അതായത് ഒരു തുടക്കവും ഒരു വളർച്ചയും ഒരു നാശവും നമുക്ക് കാണാൻ കഴിയും. ഒരു മരം, ഒരു ചെടി എടുത്തു നോക്കിയാൽ വിത്തായി, ചെടിയായി, വടവൃക്ഷമായി, പിന്നെ അത് തകർന്നു പോകും. ഇങ്ങനെ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് പരിചയമുള്ള എല്ലാത്തിനും എടുത്ത് പരിശോധിച്ച് നോക്കിയാലും, ഇനി ആറ്റമിനെടുത്ത് പരിശോധിച്ച് നോക്കിയാലും ആറ്റം ഉണ്ടാവുകയും ആറ്റം നശിച്ചു പോവുകയും ചെയ്യുന്നു. എനർജിയിൽ നിന്ന് ആറ്റം ഫോം ചെയ്യുന്നു, എന്നിട്ട് അത് എനർജി ആയിട്ട് റിഫോം ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഈ പ്രപഞ്ചത്തിൻ്റെ വളർച്ച എങ്ങനെ? പണ്ടുണ്ടായിരുന്നില്ല, അതുണ്ടായി, അത് വികസിച്ചുകൊണ്ടേയിരിക്കുന്നു. വികസിക്കുന്ന എക്സ്പാൻഡിങ് യൂണിവേഴ്സ് എന്നാണ് പറയാം. എഡ്വിൻ ബി ഹബിളാണ് എക്സ്പാൻഡിങ് യൂണിവേഴ്സിനെ കുറിച്ച് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഒരു ടെലസ്കോപ്പിലൂടെ, ഹബിൾ ടെലസ്കോപ്പിലൂടെയാണ് അദ്ദേഹം നോക്കി കണ്ടത്. ഇന്നാ ലമൂസിഊൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വസ്സമാ ബനൈനഹാ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു. നാം നമ്മുടെ ശക്തി കൊണ്ട് നിർമ്മിച്ച ഈ പ്രപഞ്ചമുണ്ടല്ലോ, അതിനെ നാം വികസിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത്. ആ കാലഘട്ടത്തിൽ ഈ വികസിക്കുന്ന പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ആധുനിക ശാസ്ത്രത്തിൻ്റെ തത്വങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് ആളുകൾക്ക് അത് മനസ്സിലായിരുന്നില്ല. പ്രപഞ്ചം വികസിച്ചുകൊണ്ടേയിരിക്കുന്നുള്ള. എങ്ങോട്ടാണ് വികസിക്കുന്നത് എന്ന് ശാസ്ത്രത്തോട് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ഒരു സ്ഥലത്ത് എന്തെങ്കിലും വികസിക്കണമെങ്കിൽ സ്ഥലം ആവശ്യമുണ്ടാകും.
ഇപ്പോൾ പ്രപഞ്ചം നിൽക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാലും ബുദ്ധിമുട്ടാണ്. എവിടെയാണ് ഈ പ്രപഞ്ചം നിൽക്കുന്നത് എന്ന് ചോദിച്ചാലും ശാസ്ത്രത്തിൽ പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം പ്രപഞ്ചത്തിൻ്റെ പുറത്തൊരു സ്ഥലമുണ്ടോ, ആ സ്ഥലത്തിൻ്റെ പേരെന്താണ് എന്നൊക്കെ ചോദിച്ചാൽ ആധുനിക ശാസ്ത്രത്തിന് യഥാർത്ഥത്തിൽ ശാസ്ത്രം ഒരുപാട് വളർന്നെന്നൊക്കെ നമ്മൾ പറയുകയാണെങ്കിലും നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ളത്. അപ്പോൾ വികസിച്ചു കൊണ്ടിരിക്കുന്ന പ്രപഞ്ചം, അതായത് എനർജി ശരിക്കും പറഞ്ഞാൽ മാറ്ററായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതാണ് നമ്മൾ ഈ പ്രപഞ്ചമായിട്ട് കാണുന്നത്. പിന്നെ വീണ്ടും എനർജി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ പോക്ക് ഒരു ഫ്ലോ ആണ്, ഒരു 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 ഒഴുക്കാണ് എന്നുള്ള. ഈ ഒഴുക്കങ്ങ് അവസാനിക്കും. ആ സംഭവം എങ്ങനെ ഉണ്ടാവുക എന്ന് പറഞ്ഞ് ഖുർആനിൽ അല്ലാഹു തആല റജ്ഫ, സ്വൈഹ വാഹിദ എന്നൊക്കെ പറഞ്ഞ് വിവിധ വാക്കുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിശദീകരിക്കുന്നുണ്ട്. ഒരു മഹാവിസ്ഫോടനമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത്. ഒരു ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു സംവിധാനം നിന്നു, ഖിയാം, നിൽക്കൽ, അവസാനിക്കുക. ഖിയാം എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ് സ്റ്റിൽ എന്നർത്ഥമുണ്ട്. ഈ ഖിയാമത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ലോകത്തിൻ്റെ ഈ സംഭവങ്ങളൊക്കെ അവസാനിച്ചു പോകാം. എന്നിട്ട് മനുഷ്യന്മാരൊക്കെ രണ്ടാമത് എഴുന്നേറ്റ് പുനരുദ്ധരി എല്ലാം തുടക്കം മുതൽ വിചാരണയ്ക്ക് തൊട്ടുമ്പോഴുള്ള എല്ലാത്തിനും ഖിയാമ. നമ്മൾക്കെല്ലാം ഖിയാമത്ത് നാളെന്ന് പറയും. ഖാമ എന്ന് പറഞ്ഞാൽ നിന്നു എന്നാണ്, ഖിയാമ നിൽക്കൽ എന്ന് പറയും. ഖിയാമത്ത് നാളെന്ന് പറയും അസ്സാ, ടൈം. അപ്പോൾ നിൽക്കുക എന്നുള്ളതാണ്. നിന്ന് കഴിഞ്ഞിട്ട് ഒരു കറക്കം ഒരു ദിശയിലേക്ക് കറങ്ങിക്കൊണ്ടിരിക്കണ ഈ സംഗതി നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ റീവൈൻ വേറെ തരത്തിലുള്ള ദിശയിലുള്ള കറക്കണ്ടാവും. അപ്പോൾ സമയം നിൽക്കും. അല്ലാഹ്, അതൊരു വലിയ അത്ഭുതമാണ്. സമയം നിൽക്കാറില്ല എന്നുള്ളതാണ്, പക്ഷെ ആ സമയം നിൽക്കും. സമയം എന്ന് പറയുന്നത് നമുക്ക് പിടിച്ചാൽ പിടികിട്ടാത്ത, ചിന്തിച്ചാൽ അന്തം കിട്ടാത്തൊരു സംഗതിയാണ്. സമയം നമുക്കറിയാം, ദിവസം നമുക്ക് മനസ്സിലാവും, ആഴ്ചയും മിനിറ്റും മണിക്കൂറും ഒക്കെ നമുക്ക് മനസ്സിലാവും, മിനിറ്റ് മനസ്സിലാവും. നാനോ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാനാവും. ഒരു സെക്കൻഡിൻ്റെ 100 കോടിയിലൊരു അംശത്തിനെയാണ് നാനോ സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെക്കൻഡിന്, ഒരു നാനോ സെക്കൻഡിൻ്റെ 10,000 ലക്ഷം കോടിയിലൊരു അംശം എന്ന് പറഞ്ഞാലോ, 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഗ്രീക്ക് ഫിലോസഫേഴ്സ് ചോദിച്ചൊരു സംഗതി, ഗ്രീസിലെ തത്വശാസ്ത്രജ്ഞന്മാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. സമയത്തിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാണ്? ഇന്നുവരെ ആർക്കും ഉത്തരം പറയാൻ കഴിയില്ല. കാരണം ഒരു സെക്കൻഡിൻ്റെ 55,675 എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു കോടിയിലൊരു അംശം എന്നൊക്കെ പറഞ്ഞാലും സമയം തന്നെയാണ്. പക്ഷെ അത് പറയുന്നതിന് മുമ്പേ സമയം അങ്ങ് പോയി പോകും. സമയം ഇങ്ങനെ പാഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ സമയത്തിലൂടെ പായുകയാണോ, സമയം നമ്മളിലൂടെ പായുകയാണോ എന്നൊക്കെ ആലോചിച്ചാൽ തല ചുറ്റിപ്പോവില്ല. അത് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ സമയം ഇങ്ങനെ പോകുന്നത് യസ്അലൂനക അനിസ്സാഅത്തി അയ്യാന മുർസാഹാ ഫിമാ അൻത മിൻ ദിക്റാഹാ ഇലാ റബ്ബിക മുൻതഹാഹാ. ഈ സമയം എപ്പോഴാണ് നങ്കൂരമിടുന്നതെന്ന് അവർ നിന്നോട് ചോദിക്കുന്നു. അത് കപ്പലിൽ നങ്കൂരമിടുന്ന ആ ഒരു അസോസിയേറ്റ് നോളജ് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. കപ്പൽ അവർക്ക് പരിചയമാണ്. കപ്പൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതിൽ വലിയൊരു കട്ടി ഇങ്ങനെ താഴെ ഇറക്കി കഴിഞ്ഞാൽ അവിടെ നങ്കൂരിടും, നിൽക്കും, കപ്പലിന്റെ യാത്ര നിൽക്കും. അയ്യാന മുർസഹ യസ്അലൂനക, അവർ നിന്നോട് ചോദിക്കുന്ന അനിസ്സാഅത്തി, ഖിയാമത്തിനെ സംബന്ധിച്ച് അയ്യാന മുർസഹ, അതെപ്പോഴാണ്, ഈ സമയം എപ്പോഴാണ് നങ്കൂരമിടുന്നത് എന്ന് പറഞ്ഞാൽ അത് നിൽക്കുന്നത് എപ്പോഴാണ് എന്ന് ഇവർ ചോദിക്കുന്നു. ഫീമാ അൻത മിൻ ദിക്റഹ, മുഹമ്മദേ നീ അതിനെക്കുറിച്ച് എന്ത് പറയാനാണ്? നീ ഒരു സാധാരണ മനുഷ്യനല്ലേ, അത്തരം വലിയ സംഗതികളെല്ലാം തന്നെ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടില്ലല്ലോ, അത് നിനക്ക് പറയാൻ കഴിഞ്ഞില്ല. ഇലാ റബ്ബിക മുൻതഹഹ, അതിന്റെ ജ്ഞാനം നിന്റെ രക്ഷിതാവിന് മാത്രമാണ്. മഹാനായ വിജ്ഞാനിയായ പ്രവാചകന് പോലും പകർന്നു നൽകാത്ത ഒരു വിജ്ഞാനം അതിന്റെ പിന്നിലുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുക. അപ്പോൾ സമയം നിൽക്കുന്ന ഒരവസ്ഥ വരുന്നു എന്നുള്ള സമയം, സ്റ്റോപ്പ് ഓവർ ഓഫ് ടൈം. ഇപ്പോൾ നമ്മൾ അമേരിക്കയിലേക്ക് പോകുന്ന ഒരാൾ ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ ദുബായിലോ ലണ്ടനിലോ കുറച്ച് നേരം വിമാനം മാറിക്കയറാനോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ഓവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോകത്തുനിന്ന് പരലോകത്തേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനിടയിൽ ഒരു നിൽക്കലുണ്ടാവും. അതാണ് അന്ന് എന്തൊക്കെയാ സംഭവിക്കുന്നത്. യൗമ തമുറുസ്സമാഉ മൗറൻ വ തസീറുൽ ജിബാലു സൈറ, അതായത് ഈ പർവ്വതങ്ങളൊക്കെ ആകപ്പാടെ പൊടിഞ്ഞ് തകർന്ന് തരിപ്പണവും. ഇദൽ സമാഉ ഫതറത് വഇദൽ കവാകിബു തസറത് വഇദൽ ബിഹാർ ഫുജ്റത് വഇദൽ ഖുബൂർ ബഅസറത്, ഈ ഉപരിമണ്ഡലെല്ലാം പൊട്ടി പിളർന്ന് എല്ലാം താരകങ്ങളെല്ലാം ഉതിർന്ന് വീഴുന്ന് ഈ സമുദ്രവും നദികളും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിച്ചേർന്ന് ജുമിഅ ശംസ് വൽ ഖമർ, ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു നടക്കുന്ന ഈ സംഗതിയൊക്കെ തകർന്ന് സൂര്യനും ചന്ദ്രനും ഒക്കെ കൂട്ടിയിടിച്ച് എല്ലാം നശിക്കും. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം, എല്ലാം നശിക്കും. ഔദാര്യാനുഗ്രഹത്തിന്റെയും മഹിതപ്രതാപത്തിന്റെയും നിന്റെ രക്ഷിതാവിന്റെ മാത്രം മുഖം അവശേഷിക്കുന്ന ഒരു പ്രത്യേക സന്ദർഭം ഉണ്ടാവും. അന്ന് ഈ പ്രപഞ്ചത്തിലെ എല്ലാ സാധനങ്ങളും വിളിച്ചു പറയുന്നത് എല്ലാം വളർന്നുകൊണ്ട് നശിക്കാൻ പോവുകയാണ് എന്ന് ഓരോന്നും വിളിച്ചു പറയുന്നു എന്നുള്ളതാണ്. ഖാഫിളത്തുർ റാഫിഅ, അന്ന് ചില മനുഷ്യന്മാരുടെ സ്ഥാനം ഉയരും, ചില മനുഷ്യന്മാരുടെ സ്ഥാനം താഴും. ഈ ഭൂമിയിൽ വമ്പന്മാരും കൊമ്പന്മാരും വലിയ ആളുകളൊക്കെ നടന്ന ചില ആളുകളുണ്ടല്ലോ, ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അന്ന് കുറേ ആളുകൾ താന്നു പോകും.
പാവങ്ങളും അശരണരും മാലംബഹീനരും കഴിവില്ലാത്തവരും ദരിദ്രവാസികളുമായി നടന്ന ആളുകൾ ചിലർ അവർ വളരെ പ്രമുഖരായ വലിയ ആളുകളായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുതരാ, മനുഷ്യന്മാരെ നിങ്ങൾ ഇവിടെ വലിയ ആളുകളായിട്ടൊക്കെ നടക്കണ്ടല്ലോ, അവരെ ആ സംഭവം ചില ആളുകളെ താഴ്ത്തുകയും ചില ആളുകളെ ഉയർത്തുകയും ചെയ്യും. ഇതാ റുജ്ജത്തുൽ അർളു റജ്ജം, ഈ പർവ്വതങ്ങളെയൊക്കെ തവിട്ട് പൊടിയാക്കും, അതായത് പൊടിയാക്കി കളയും. കാനത്ത് ഹബാഅം മുംബസ, അത് അന്തരീക്ഷത്തിൽ പാറിപ്പറക്കുന്ന ധൂമധൂളികളായി പോകും. പതിയിരിക്കുന്ന പർവ്വതങ്ങൾ, വലിയ ശക്തിയായിട്ട് നമുക്ക് തോന്നുന്ന പർവ്വതങ്ങൾ അന്തരീക്ഷത്തിൽ ധൂമധൂളിയായി പാറിപ്പറക്കുന്ന. വകുന്തും അസ്വാജൻ സലസ, അന്ന് മനുഷ്യ സമൂഹം 3 വിഭാഗമായി തിരിയും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അതിൽ 3 വിഭാഗത്തിന്റെയും വിശദാംശങ്ങളെ സംബന്ധിച്ച് അത് പറയുന്നുണ്ട്. ഒരു ഖുതുബയിൽ 2 ഖുതുബയിൽ ഒന്നും പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് സംഗതികൾ പഠിച്ച് മനസ്സിലാക്കി അതിന്റെ ആഴത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കണമെന്ന് സൂചന മാത്രമേ നൽകാൻ പറ്റൂ. ആഴത്തിൽ ഗ്രഹിച്ച് വിജയിക്കുന്ന സത്യവിശ്വാസികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വരിമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ യൻബഗി ലിജലാലി വജ്ഹിഹി വഅളീമി സുൽത്താനിഹി. سبحانك لا نحصي ثناء كما أثنيت نفسه لك الحمد حتى ترضى. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحبة، أوصيكم وإياي ثانيا بتقوى الله. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി പ്രപഞ്ചനാഥനായ സംരക്ഷകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. മനുഷ്യന്മാരുടെ ഈ ദുന്യാവിൽ പല തരത്തിലുള്ള ആളുകൾ, വിവിധ വിഭാഗങ്ങൾ, ജാതി, വർഗം, മതം, ഭാഷ, വർണ്ണം, നാട്, ഇങ്ങനെ പലതരത്തിലുള്ള ആൾ. ഇന്ത്യക്കാരൻ, പാകിസ്ഥാനി, ഇന്ത്യയിലേക്ക് വന്ന കേരളക്കാരൻ, കേരളത്തിൽ വന്ന തെക്കൻ, വടക്കൻ, പിന്നെ വടക്ക് വന്നു കഴിഞ്ഞാൽ മലപ്പുറംകാരൻ, കോഴിക്കോട്ടുകാരൻ, കോഴിക്കോട്ട് എന്ന് കഴിഞ്ഞാൽ അത് കുറ്റാടിക്കാരൻ, കോഴിക്കോട്ടെ പട്ടണത്തുകാരൻ, പട്ടണത്തിൽ വന്നു കഴിഞ്ഞാൽ കുറ്റിച്ചിറക്കാരൻ. ഇങ്ങനെ മനുഷ്യന്മാരിങ്ങനെ ഓരോ എവിടെയും അവന് വിഭാഗം, അങ്ങനെ പലതരത്തിലാണ് മനുഷ്യന്മാർ. ഇങ്ങനെ 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 വിവിധ ഭാഗങ്ങളിലായ ആളുകൾ ഇവിടെ ഉണ്ട്. എണ്ണിയാലൊടുങ്ങാത്ത വർഗങ്ങളും വർണ്ണങ്ങളും ഭാഷകളും ജാതികളും വിഭാഗങ്ങളും. ഇതിനെല്ലാത്തിനെയും കൂടെ 3ആയിട്ട് അങ്ങ് തിരിക്കാൻ പോവാ. മരിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി. അതിൻ്റെ വിശദാംശങ്ങളൊന്നും പറയുന്നില്ല. മരണം എങ്ങനെ വരുന്നുണ്ട്, മരിച്ചെങ്ങനെ പോകുന്നുണ്ടെന്ന് പറയുന്നില്ല. അത് കഴിഞ്ഞ ശേഷം ആ സംഭവം കഴിഞ്ഞിട്ട് പിന്നെ മനുഷ്യന്മാർ 3 കുന്തും അസ്വാജൻ സലാസ. അതിൽ സ്വഹാബിൽ മൈമനത്തിമാ സ്വഹാബിൽ മൈമന, വലതുപക്ഷക്കാർ. കേരള രാഷ്ട്രീയത്തിലെ വലതുപക്ഷം ഇടതുപക്ഷം അല്ലേ പറയണത് കേട്ടോ, തെറ്റിദ്ധരിക്കണ്ട. വലതുപക്ഷക്കാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച വലതുപക്ഷക്കാർ. സ്വഹാബിൽ മഷ്അമ, ഇടതുപക്ഷക്കാർ. മാ സ്വഹാബിൽ മഷ്അമ, ഏതാണ് ഈ ഇടതുപക്ഷക്കാർ? ചോദ്യം വിടുകയാണ്. പിന്നെയാണ് ഉത്തരം. അതായത് അനുവാചകന്റെ മനസ്സിൽ ഇതിൻ്റെ പിന്നാലെ പോകുന്ന ഒരു പ്രത്യേകമായ ത്രില്ല് ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു സാഹിത്യ അവതരണമാണ്. ചോദ്യം ചോദിച്ച് ഉത്തരം പറയുന്നതിന് പകരം ഒരു ചോദ്യം ചോദിച്ചിട്ട് 2-3 ചോദ്യം. വലതുപക്ഷക്കാർ, ആരാണ് ഈ വലതുപക്ഷക്കാർ? എന്താണ് ഈ വലതുപക്ഷം? ഏതാണ് ഈ വലതുപക്ഷം? ഇടതുപക്ഷക്കാർ, എന്താണ് ഈ ഇടതുപക്ഷം? ഏതാണ് ഈ ഇടതുപക്ഷം എന്ന് പറഞ്ഞിട്ട് വസ്സാബിഖൂന അസ്സാബിഖൂൻ. അപ്പോഴോട് മറുപടി പറഞ്ഞില്ല. വീണ്ടും വേറൊരു വിഭാഗത്തെ പറഞ്ഞു, മുന്നോക്കക്കാർ. ഇവിടെ നമ്മളെ പിന്നോക്ക സമുദായമല്ല, വില്ലേജ് ഓഫീസർ തരുന്ന സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലുള്ള പിന്നോക്കം ഒന്നും അല്ല കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ മുന്നോക്കം സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും അനുഷ്ഠിച്ച് മുന്നോക്കത. അവർ മുന്നോക്കക്കാർ എന്നും മുന്നോക്കക്കാർ തന്നെയായിരിക്കും. അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും സത്യവിശ്വാസം ജീവിതത്തിൽ പകർത്തുകയും ചെയ്ത മുന്നോക്കക്കാരെ കുറിച്ചാണ് അവർ മുന്നോക്കക്കാർ എന്ന് പറഞ്ഞത്. ആദ്യം വലതുപക്ഷക്കാർ, പിന്നെ ഇടതുപക്ഷക്കാർ, പിന്നെ മുന്നോക്കക്കാർ. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സീക്വൻസ് അല്ല പറയുന്നത്. നമ്മൾ സാധാരണ ഏറ്റവും ടോപ്പ്, പിന്നെ അതിനൊക്കെ താഴ്ന്ന്, പിന്നെ മോശക്കാർ, ഇങ്ങനെയാണല്ലേ നമ്മളൊക്കെ മനസ്സിൽ ഇങ്ങനെ വരാം. അല്ലെങ്കിൽ മോശക്കാർ, അതിനേക്കാൾ കുറച്ചുകൂടെ നല്ലവർ, പിന്നെ ഏറ്റവും നല്ലവർ, അങ്ങനെയും പറയാം. ഇത് ഇടത്ത് കളത്തി വേറൊരു തരത്തിലുള്ള ടെക്നിക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിരിക്കുന്നത്. പഠിച്ചവൻ്റെ യുക്തി നമുക്ക് അറിയില്ലല്ലോ, പക്ഷെ ഒരുപാട് പഠിക്കാനുണ്ടത്. അതിങ്ങനെ ആഴത്തിൽ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് മുന്നോക്കക്കാരെന്നും മുന്നോക്കക്കാർ തന്നെയാണ്. ഉലൈക്കൽ മുഖറബൂൻ, അവരെ കുറിച്ചാണ് പിന്നെ പറയണം. അവര് ദൈവസാമീപ്യം സിദ്ധിച്ച ആളുകളാണ്, മുഖറബീങ്ങളാണ്. മുഖറബായ മലക്ക് ജിബിലി എന്നൊക്കെ നമ്മൾ പറയല്ലേ, അള്ളാഹുവിനോട് സാമീപ്യം സിദ്ധിച്ച ജിബിൽ എന്ന് പറയുമ്പോൾ ഉലൈക്കൽ മുഖറബൂൻ. അവരെ സംബന്ധിച്ചിടത്തോളം അവര് വളരെ അടുത്ത ആളുകളാണ്. ഫീ ജന്നാത്തിൻ നഈം, അനുഗ്രഹത്തിന്റെ ആരാമങ്ങളിൽ വസിക്കുന്നവരാണ് അവർ.
അവരെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു അനുവാചകനെ ആദ്യം തന്നെ ബേജാറാക്കാതെ ഇങ്ങോട്ട് വിളിക്കണം. മഹാസംഭവം ഉണ്ടല്ലോ, ആ സംഭവത്തിന്റെ ഗൗരവവും ഗാംഭീര്യം എടുത്ത് പറഞ്ഞിട്ട് പറയാം, ഇതിന് മുന്നോക്കക്കാരായ ഒരു വിഭാഗം ഉണ്ടിട്ടോ, നിങ്ങൾ മൂന്നായാൽ അതിൽ മുന്നോക്കക്കാരായ വിഭാഗം ഉണ്ടവരോ അവര് അനുഗ്രഹത്തിന്റെ ആരാമങ്ങളിൽ വസിക്കുന്നവരാണ്, അവരാണ് ദൈവസാമീപ്യം സിദ്ധിച്ച ആളുകൾ. തുല്ലത്തും മിനൽ അവ്വലീൻ, മുൻഗാമികളിൽ നിന്നൊരു സംഘവും വഖലീലും മിനൽ ആഖിരീൻ, പിൻഗാമികളിൽ നിന്ന് ചെറിയ സംഘവും. മുൻഗാമികളായ ആളുകൾ ഒരുപാട് ത്യാഗവും കഷ്ടപ്പാടും അനുഭവിച്ചതുകൊണ്ട് വലിയ വിഭാഗം ഈ അനുഗ്രഹത്തിന്റെ ആരാമങ്ങളിൽ വസിക്കുന്നവരായി ആവാൻ അർഹതപ്പെട്ടവര് മുൻഗാമികളിൽ നിന്ന് വലിയൊരു വിഭാഗമുണ്ട്. പക്ഷെ പിൻഗാമികളിൽ നിന്ന് കുറഞ്ഞ ആളുകളെ ഉള്ളൂ എന്ന് ആ പ്രയോഗത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ആ കുറഞ്ഞ ആളുകളിൽ പെടാനാണ് ഓരോരുത്തരും സാബിഖു സാരിഉ, അതിനുവേണ്ടി നിങ്ങൾ മത്സരിക്കണം, അതിനുവേണ്ടി മുന്നോട്ട് പോകണമെന്നാണ് ഖുർആൻ നമ്മളോട് പറയുന്നത്. തുല്ലത്തും മിനൽ അവ്വലീൻ വഖലീലും മിനൽ ആഖിരീൻ അലാ സുറുറിൻ മൗളൂനത്തിൻ മുത്തഖീന അലൈഹാ മുതഖാബിലീൻ. രത്നങ്ങൾ പതിച്ച ആട്ടുകട്ടിൽ, ഈ രാജാക്കന്മാരൊക്കെ ഇരിക്കണുണ്ടല്ലേ, ഇപ്പൊ ചില വീടുകളിലൊക്കെ ഉണ്ടാവും, ഈ റൂഫിൽ 4 ഇതിട്ടിട്ട് കട്ടിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ ആട്ടുകട്ടിൽ അറായി, അതായത് രക്തങ്ങൾ പതിച്ച ആട്ടുകട്ടിലിൽ. അന്നത്തെ ഒരു മനുഷ്യന്മാരുടെ മനോഗതിയിൽ രക്തങ്ങൾ പതിച്ച ആട്ടുകട്ടിൽ മുഖാമുഖം ചാരിയിരുന്ന ആടണത് ഒരു അനുഭൂതിയായി കണ്ടിരുന്നൊരു സമൂഹത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഇത് പറയുന്നത്. നമുക്ക് അതിനേക്കാൾ വലിയ സംഗതികളൊക്കെ നമ്മളിപ്പോൾ സ്വായത്തമാക്കി കഴിഞ്ഞു. രക്തങ്ങളും അതിൻ്റെ അപ്പുറമൊക്കെ പതിച്ച ആട്ടുകട്ടിലൊക്കെ വെച്ച രാജാക്കന്മാരൊക്കെ ഇന്ത്യ രാജ്യത്തും അല്ലാത്തടത്തൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അനുഗ്രഹത്തിന്റെ ആരാമങ്ങളിൽ രക്തങ്ങൾ പതിച്ച ആട്ടുകട്ടിലുകളിൽ മുഖാമുഖം ചാരിയിരുന്ന് അവരിങ്ങനെ ആസ്വദിക്കുന്നുണ്ട്. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദ്, നല്ല ചുറയുറുക്കുള്ള നിത്യത നൽകപ്പെട്ട ബാലന്മാര് ബിഅക്വാബിൻ വഅബാരിക ഖാസിമിൻ മഈൻ, അതായത് കൂജകളും ചഷകങ്ങളും നല്ല ശുദ്ധമായ ഉറവ നിറച്ച പാനപാത്രങ്ങളുമായി സെർവ് ചെയ്യാൻ ഇങ്ങനെ പാഞ്ഞു നടക്കും അവരുടെ ചുറ്റിലും. ഈ മുന്നോക്കക്കാര് അവിടെ അവർക്ക് എൻട്രൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവർ ആറായിക്കൽ ഇങ്ങനെ ആടിയൊലയും, അവർക്കിങ്ങനെ കൂജകളും ചഷകങ്ങളും പാനപാത്രങ്ങളുമായിട്ട് ആളുകൾ ഇങ്ങനെ ചുറ്റിലും തിരിയുന്ന കുറെ വിൽദാനും മുഖല്ലദൂൻ കൽഉലുഅം മൻസൂറ, വിതറപ്പെട്ട മുത്തുകൾ പോലെ തോന്നുന്ന പരിചാരകരായ കുട്ടികളെ നാം അവർക്ക് ചുറ്റിലും നിയമിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ലാ യസദ്ദഉന അൻഹാ വലാ യൻസിഫൂൻ വഫാകിഹത്തും മിമ്മാ യതഖയ്യറൂൻ. അത് കുടിച്ചാൽ അവർക്ക് തലവേദനയോ അല്ലെങ്കിൽ ഇവിടെ സാധാരണ നാട്ടിലെ കള്ളുടിച്ചാണുള്ള ഒരു സെഡേഷൻ അവർക്ക് ഉണ്ടാവില്ല, അവർക്ക് തല ചുറ്റൂല്ല, തലവേദന ഉണ്ടാവില്ല, ലഹരി ബാധിക്കുകയില്ല. എല്ലാ മദ്യത്തിന്റെ എല്ലാ ആസ്വാദനവും അനുഭവിക്കും, പക്ഷേ ലഹരി ബാധിക്കുകയില്ല. ലഹരി ബാധിച്ചിട്ട് ഈ കോമൺ സെൻസ് നഷ്ടപ്പെടില്ല എന്നുള്ള, കാരണം സത്യത്തിലെ ആസ്വാദനത്തിനാണ് മനുഷ്യന് ഈ കള്ള കുടിക്കുന്നത്, ലഹരി. പക്ഷേ കോമൺ സെൻസ് നഷ്ടപ്പെട്ടാൽ പിന്നെന്താ ആസ്വാദനം? പിന്നെ അവൻ റോഡിൽ കിടക്കണതാണ് കണ്ടത്. ഇത്രയധികം വിഡ്ഢിത്വം യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ വേറെ ഇല്ല എന്നുള്ളത്. മനുഷ്യന് അനുഭൂതിക്ക് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരം സാധനങ്ങളൊക്കെ അടിക്കുന്നത്. അത് അവന്റെ ബോധത്തെ നശിപ്പിച്ചു കളയാണ്. ബോധത്തിലൂടെയാണ് അനുഭൂതി ആസ്വദിക്കുന്നത്. അബോധാവസ്ഥയായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉപബോധാവസ്ഥയായി കഴിഞ്ഞാൽ അനുഭൂതി ആസ്വദിക്കാൻ പറ്റില്ല. ഇത് അടിച്ചു കഴിഞ്ഞാലോ അബോധാവസ്ഥയായി പോകുന്നു. അപ്പൊ പിന്നെ അവന് അനുഭൂതി ഉണ്ടാവുകയില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ അവൻ കാശ് കൊടുത്ത് ശല്യം വിലയ്ക്ക് വാങ്ങുന്ന രീതിയിലാണ്, ഒരു ഉപയോഗമില്ല എന്നുള്ളതാണ്. ഇത് കുടിക്കാൻ പോകുന്നു എന്ന്, ഉറങ്ങാൻ പോകുമ്പോൾ നമ്മൾ ഉറങ്ങണ്ടു എന്നുള്ള ഒരു ആശ്വാസം ഉണ്ടല്ലോ, അതുപോലെ കുടിക്കാൻ പോകുമ്പോൾ ഉള്ള സന്തോഷം മാത്രമല്ല, കുടിച്ചു കഴിഞ്ഞാലോ അവൻ മോശക്കാരനുമായി. കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തൊരു ബേജാറാ. മിക്ക എല്ലാ കുടിയന്മാർക്ക് പോലും ബേജാറുണ്ടാവും എന്നുള്ളതാണ്. മഹാകുടിയനും കുടിച്ചു കഴിഞ്ഞാൽ അവൻ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ ബേജാറുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള തലചെടുപ്പോ അല്ലെങ്കിൽ ലഹരി ബാധയോ ഉണ്ടാവാത്ത നല്ല ലദത്തിൽ ഷാരിബീൻ, കുടിയന്മാർക്ക് സ്വാദിഷ്ടമായ കള്ള്, ഖംറുൻ, അൻഹാറമിൻ ലബനിൻ, അൻഹാറമിൻ അസലിൻ, അൻഹാറമിൻ ഖംറുൻ, അതായത് പാലിന്റെ ആറ്, അതുപോലെ തന്നെ തേനിന്റെ ആറ്, കള്ളിന്റെ ആറ്. അപ്പോൾ അതൊക്കെ നല്ല കള്ളുടിച്ചിട്ട് ഇങ്ങനെ അടിയും വഴക്കും കുത്തും കൊലപാതകവും ഒക്കെ നടത്തി പെണ്ണുങ്ങൾക്ക് വേണ്ടി അടികൂടിക്കൊണ്ടിരുന്ന ഒരു ജാഹിലിയ സമൂഹത്തിന്റെ മുഖത്ത് നോക്കിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറയുന്നത്. എന്നും എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെ അനുഭൂതി ആസ്വദിച്ചു പോകുന്ന ആളുകൾക്ക് ഒരു പാഠം എന്നുള്ള നിലയ്ക്ക് പറയാം. ഇത് നിങ്ങൾക്ക് തരാം, ഇപ്പോൾ ഇവിടെ ഉള്ളത് ഉപയോഗിക്കാതെന്നാൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ മുന്തിയ തരം മദ്യം നാം അവിടെ വിളമ്പും, പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമില്ല. വഫാകിഹത്തും മിമ്മാ യതഖയ്യറൂൻ, മേൽത്തരം പക്ഷി മാംസം ഇഷ്ടമുള്ള ആളുകൾ, പക്ഷിമാംസം, നേർത്തരം പക്ഷിമാംസം, കോഴി, ഇവിടുത്തെ നമ്മളെ ബ്രോയിലർ ചിക്കൻ അല്ല, ഏത് തിന്നാനും വയ്യാതെ ഉപ്പാനും വയ്യാത്ത തരത്തിലുള്ള ആ തരത്തിലുള്ള നല്ല സ്വാദിഷ്ടമായ രുചികരമായ, ഒരിക്കൽ ആസ്വദിച്ചാൽ വീണ്ടും ആസ്വദിക്കണമെന്ന് ത്വരയുണ്ടാകുന്ന നല്ല രുചികരമല്ല എന്നാണ് അവരിങ്ങനെ
ഇഷ്ടപ്പെടുന്ന, ആഗ്രഹിക്കുന്ന, ആഗ്രഹം ഇങ്ങനെ ബാക്കി നിൽക്കുന്ന മനോഹരമായ ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു ചുറ്റുപാടാണ് ഹൂറുനീൻ. പിന്നുള്ളത് ഹൂർലീങ്ങളാണ്. നമ്മൾ ഒരു ഹൂറുനീൻ, നല്ല കണ്ണിന് കുളിർമയുള്ള നല്ല കന്യകളായ അംസാലിൽ മക്നൂൻ, അതായത് ഇങ്ങനെ കാത്തു സൂക്ഷിക്കപ്പെട്ട മുത്തുകൾ പോലെ, ചിപ്പിയിലടച്ചു വെച്ച മുത്തുകൾ പോലെയുള്ള മുൻപ് അവരെ ഒരു ഇൻസും അതുപോലെ തന്നെ ജിന്നുമൊന്നും തൊട്ടിട്ടില്ലാത്ത അതായത് ഭർത്താവിന്റെ മുഖത്തേക്ക്, അതായത് പ്രിയതമന്റെ മുഖത്തേക്ക് സന്തോഷത്തോടെ മാത്രം നോക്കുന്ന നല്ല ഇണകൾ. അപ്പൊ പെണ്ണുങ്ങൾക്ക് ഒരു പ്രശ്നം അല്ല മൗലവി, ഇത് ഖുർആനിൽ ഇങ്ങനെ ഹൂർലിങ്ങളൊക്കെ ഒരുപാട് കൊടുക്കാന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്കൊന്നുമില്ലേ? വേണമെങ്കിൽ ഇഷ്ടം പോലെ തരും. അല്ലാഹു സുബ്ഹാനഹു തശാഊന, ഒരു പെണ്ണിന് 2 ഭർത്താവ് വേണോ അല്ലെങ്കിൽ 4 ഭർത്താവ് വേണമെന്ന് വെച്ചാൽ നോ പ്രോബ്ലം. കാരണം അള്ളാഹു ഖുർആനിൽ അത് പറഞ്ഞിരുന്നു. പക്ഷേ അവിടെ ചെല്ലും, ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല, അവിടെ ചെല്ലുമ്പോൾ അങ്ങനെ ആഗ്രഹിക്കാത്ത ഒരു മാനസികാവസ്ഥ ആയിരിക്കും അള്ളാഹ് സെറ്റ് ചെയ്യുക. പിന്നെ ഇത് ചോദിക്കാൻ പറ്റില്ലല്ലോ, വേണ്ടെന്ന് തോന്നിയാൽ ചോദിക്കാൻ പറ്റില്ല. പുരുഷന്റെ മനസ്സിനെ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, പെണ്ണിന്റെ മനസ്സിനെ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ഖുർആനിൽ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നുകൊണ്ട് തന്നെ മതി. അവനൊരു 10,000 മുഹൂർലിങ്ങളെ കൊടുത്താലും ഞാൻ അയാളുടെ ഭാര്യ തന്നെ ആയിരിക്കും എന്ന് ചിന്തിക്കുന്ന ഭൂമിയിലെ സ്ത്രീകൾ, സ്വർഗസ്ഥ സ്ത്രീകൾ, ഈ ഹൂർലിങ്ങളെക്കാൾ ദർജയുള്ള മനോഹരികളായ ഏറ്റവും ഉന്നതമായ നിലവാരത്തിലായിരിക്കും സ്വർഗം നേടിയെടുക്കുന്ന സ്ത്രീകൾ. ഈ ഹൂർലിങ്ങളുടെ ഔന്നത്യം പറഞ്ഞതുകൊണ്ട് അവരുടെ സ്ഥാനം ഒരിക്കലും കുറഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ദുന്യാവിൽ ജീവിച്ച് സത്യവിശ്വാസത്തോടെ ജീവിച്ച് പോകുന്ന ആളുകൾക്ക്, ഇവിടെ ഭർത്താക്കന്മാര് ഉള്ള ആളുകളുണ്ടാവാം, കല്യാണം കഴിക്കാത്ത ആളുകളുണ്ടാവാം, ഭർത്താക്കന്മാർ ഡൈവോഴ്സ് ചെയ്തിട്ട് വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും, 3 ഭർത്താക്കന്മാരുടെ ജീവിച്ച, 4 ഭർത്താക്കന്മാരുടെ ജീവിച്ച ആളുകളുണ്ടാവും. ഇതൊക്കെ എങ്ങനെയാണ് അള്ളാഹ് കൈകാര്യം ചെയ്യണമെന്ന് ആലോചിച്ച് നമ്മൾ വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അതൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന, എല്ലാത്തിനും കഴിവുള്ള രക്ഷിതാവായ അള്ളാഹു തആല പറഞ്ഞു, അടങ്ങി നിൽക്ക്, ഇതെല്ലാം നിനക്ക് ഇഷ്ടം പോലെ തരാം, ആഗ്രഹിക്കുന്നതൊക്കെ തരാമെന്ന് പറഞ്ഞു. لا يسمعون فيها لغوا ولا تأثيما إلا قيلا سلاما سلاما. അവിടെ വൃഥാവാക്കുകൾ ഒരു കേൾക്കുകയില്ല. അവിടെ ആ ഒച്ചപ്പാടും ബഹളവും തർക്കവും സംഘട്ടനങ്ങളും ഒന്നും ഉണ്ടാവില്ല. ശാന്തി 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 എന്ന് മാത്രമായിരിക്കും ഈ മുന്നോക്കക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സംഗതി. വസഹാബിൽ യമീൻ മാ സഹാബിൽ യമീൻ, രണ്ടാമത്തെ വിഭാഗക്കാർ വലതുപക്ഷക്കാരാണ്. ഫീ സിദ്രിൻ മഖ്ലൂദ്, മുള്ളില്ലാത്ത ഇലന്ത മരങ്ങളാണ് അവരുടെ ആരാമത്തിലെ പ്രത്യേകത. അല്ലാഹു തൽഹിം മൻദൂദ്, അടുക്കടുക്കായ വാഴകൾ, ഇങ്ങനെ വാഴത്തോപ്പുകൾ, ഒരുപാട് വാഴത്തോപ്പുകൾ, അത് ഇലന്ത മരങ്ങളുടെ നല്ല പ്രവിശാലമായ ഒരു സങ്കേതമാണ്. വളില്ലിം മംദൂദ്, അതായത് നല്ല തൽഹിം വളില്ലിം മംദൂദ്, നല്ല പ്രവിശാലമായ തണൽ വിരിച്ച സ്ഥലങ്ങളും ഉണ്ടാവും. വമാഇൻ മസ്കൂബ്, ഇങ്ങനെ ഒഴുകി വരുന്ന ഉറവജലം ഉണ്ടാവും. ഫാക്കിഹത്തിൻ കസീറത്തിൻ ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ, അതായത് ഒരിക്കലും അവസാനിച്ചു പോകാത്ത, നിരോധിക്കപ്പെടാത്ത, ഇഷ്ടമുള്ള ഒരുപാട് ഫലങ്ങൾ. വഫുറുഷിൻ മർഫുഅ, ഉന്നതമായ പരവതാനികളും അതുപോലെ തന്നെ തലയണകൾ അടിക്കടിക്ക് വെച്ചിട്ടുള്ള കട്ടിലുകളും അവിടെ ഉണ്ടാവും. അവരുടെ കൂടെയുണ്ട് ഫജഅൽനാഹുന്ന ബുഖാറ, നാം ഉണ്ടാക്കിയ എന്നാണ് പറഞ്ഞ അല്ലാഹു തആല പറഞ്ഞ ആ അറബി ഭാഷയിൽ, നിങ്ങൾക്ക് വേണ്ടി നാം ഉണ്ടാക്കിയ നല്ല കന്യകളായ വിശുദ്ധ കന്യകൾ, അബ്കാറ, വിശുദ്ധ കന്യകൾ, ഉറുബം വ അത്റാബ, സമപ്രായക്കാര്, അങ്ങനെയുള്ള വിശുദ്ധ കന്യകളായ സ്ത്രീകളും എല്ലാം ഉണ്ടാവും. അവർക്ക് സുല്ലത്തും മിനൽ അവ്വലീന വ സുല്ലത്തും മിനൽ ആഖിരീൻ, മുൻഗാമികൾ എന്ന് വലിയൊരു വിഭാഗവും പിൻഗാമികൾ എന്ന് വലിയൊരു വിഭാഗവും അതിനർഹരാവും. ഈ 2 കൂട്ടര്, അതായത് മുന്നോക്കക്കാരും അതുപോലെ തന്നെ അസ്ഹാബുൽ യമീനും വലതുപക്ഷക്കാരും, ഇവരാണ് വിജയത്തിന്റെ ആളുകൾ, ജീവിത വിജയത്തിന്റെ ആളുകൾ. മനുഷ്യന്റെ പരിണതി അങ്ങോട്ടേക്ക് പോകണം. അടുത്തത് വേറെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ സന്തോഷത്തോടുകൂടി ഈ വഴിയിലേക്ക് ഇങ്ങനെ മനുഷ്യനെ അനുഭൂതിയുടെ അത്യുന്നതങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തിക്കൊണ്ട് ഖുർആൻ അനുനയത്തിൽ വിളിക്കുകയാണ്, വരൂ തഖുല്ലാഹ യാ ഇബാദല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ, അവന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ, ഇങ്ങനെയുള്ള ഉന്നതാരാമങ്ങളിൽ നാം നിങ്ങൾക്ക് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് വരൂ. ക്ഷമയോടുകൂടി അള്ളാഹുവിന്റെ പാത പിൻപറ്റി ജീവിച്ചാൽ ഇതിലേക്കെത്താം. അടുത്ത് പറയാൻ പോകുന്നത് വളരെ ഭീകരമായ അവസ്ഥയാണ്. അവിടെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. യഥാർത്ഥത്തിലുള്ള ആ ജീവിത വിജയത്തിന്റെ മാർഗം കണ്ടെത്തി അധ്വാനിച്ച് അത് നേടിയെടുക്കാനും സംതൃപ്തിയോടെ അവിടെ എത്തിച്ചേരാനും കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ.
تسليما اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم ارض عن أبو بكر وعمر وعثمان وعلي بقية أصحاب رسول الله أجمعين കാരുണ്യവാനായ നാഥ ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും തെറ്റുകുറ്റങ്ങളൊക്കെ നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും ബന്ധുമിത്രാദികൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടാർക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും മുൻഗാമ സത്യവിശ്വാസികൾക്കും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇടയിലുള്ള രോഗികളുടെ എല്ലാ രോഗങ്ങളും നീ ശിഫായി കൊടുക്കണേ തമ്പുരാനെ. അവരുടെ രോഗങ്ങൾ എത്രയും പെട്ടെന്ന് നീ ശിഫായി കൊടുക്കണേ തമ്പുരാനെ. അവർക്ക് ആശ്വാസവും സമാധാനവും നൽകണേ തമ്പുരാനെ. അവരുടെ വേണ്ടപ്പെട്ടവർക്ക് ആശ്വാസവും സമാധാനവും നൽകണേ തമ്പുരാനെ. അവരുടെ കുറവുകളെല്ലാം നീ പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നീ മാറ്റിത്തരണേ തമ്പുരാനെ. ഞങ്ങളുടെ അനാരോഗ്യ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ കടങ്ങളെല്ലാം നീ വീട്ടിത്തരണേ തമ്പുരാനെ. അകലങ്ങളിലുള്ള ഞങ്ങളുടെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് തഖ്വയും ഹിദായത്തും ഇസ്തിഖാമത്തുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ നാഥ. ഖുർആൻ യഥാവിധി മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിക്കാനും അങ്ങനെ ശാന്തമായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഈ ഖുർആനോട് ഏറ്റവും അടുത്ത് നിൽക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. മുഖറബീങ്ങളായ സാബിഖീങ്ങളിൽ ഞങ്ങളെ നീ പഠിച്ചണേ തമ്പുരാനെ. അല്ലാഹുവേ, മുഖറബീങ്ങളായ സാബിഖീങ്ങളിൽ ഞങ്ങളെ നീ പഠിച്ചണേ തമ്പുരാനെ. അങ്ങനെ ശാന്തമായി മരിച്ച് നിന്നിലേക്ക് വരാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. സക്രാത്തുൽ മൗത്തിന്റെ വേദന നിങ്ങൾക്ക് നീ ലഘൂകരിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ഖബറിടങ്ങളെ നീ പ്രവിശാലങ്ങളാക്കണേ തമ്പുരാനെ. സ്വർഗത്തിൽ നിന്റെ ലിഖാ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഫിർദൗസിന്റെ ഉന്നതാരാമങ്ങളിൽ വെച്ച് നിന്റെ ലിഖാ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളെ ഈ പ്രാർത്ഥന സ്വീകരിക്കണേ നാഥ. അല്ലാഹുവേ, ഇത് തട്ടിക്കളയാതെ സ്വീകരിക്കണേ തമ്പുരാനെ. എപ്പോഴും പ്രാർത്ഥനാ നിരതമായ ഒരു മനസ്സ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നീ ഞങ്ങളുടെ പ്രാർത്ഥന തട്ടിക്കളയല്ലേ. ഇത് സ്വീകരിച്ചു തരണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا تقبل منا دعانا وتب علينا إنك أنت التواب الرحيم. وآخر دعوانا الحمد لله رب العالمين.